ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപിന് ഒരു എന്താ പറയാ, ഹി വാണ്ടഡ് ടു ഹാവ് എ സേ ഇൻ ദ സെലക്ഷൻ. എന്റെ അഭിപ്രായത്തിൽ അത് കാണിക്കുന്നത് ട്രംപ് എത്രമാത്രം റിയാലിറ്റി ആയിട്ട് ഡിസ്കണക്റ്റഡ് ആണ്. അദ്ദേഹം എന്ത് തരത്തിലുള്ള ഫാന്റസി ലാൻഡിലാണ് ജീവിക്കുന്നത്. കാരണം ഞാൻ ഇറാനിൽ 76 മുതൽ 79 വരെ ഉണ്ടായിരുന്നു. ഇറാനിയൻസ് അത് ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ ഒരു പൊളിറ്റിക്കൽ ജോക്കായിട്ട് ഇറാനിയൻസിന് പരമോന്നത നേതാവായിട്ട് നെതന്യാഹുവിനെ തെരഞ്ഞെടുക്കാമായിരുന്നു. അപ്പോൾ ട്രംപ് അസാസിനേറ്റ് ചെയ്യില്ല. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും ട്രംപും നെതന്യാഹുവും ഈ പുതിയ പരമോന്നത നേതാവിനെ കൊല്ലാൻ ശ്രമിക്കും. അത് വിജയിക്കുകയാണെങ്കിൽ ട്രംപ് പറയും ഇത് ഹി വിൽ ഡിക്ലെയർ വിക്ടറി. എന്നിട്ട് ഈ യുദ്ധം നിർത്തും. എന്നിട്ട് പറയും ഇനി ഇറാനിലെ ജനത കാര്യങ്ങൾ അവരുടെ കയ്യിലേക്ക് എടുക്കട്ടെ. ഞാൻ ഇറാന്റെ ശക്തികളെ പരമോന്നത നേതാവിനെ 2 പ്രാവശ്യം കൊന്നു. അവരുടെ നേവി മുഴുവനും മുക്കി. മിസൈൽ മേക്കിംഗ് കപ്പാസിറ്റി അബോളിഷ് എല്ലാം കഴിച്ചു. പിന്നെ ന്യൂക്ലിയർ ഞാൻ ഒന്നും കൂടി ഒബ്ലിറ്ററേറ്റ് ചെയ്തു. കഴിഞ്ഞോണ് ചെയ്ത് പിന്നെ അവർ ചിലൊക്കെ ചെയ്തു. ഞാൻ പിന്നെ ഇത് മിക്കവാറും ട്രംപ് ബെയ്ജിങ്ങിലേക്ക് 31-ാം തീയതി ഒരു മീറ്റിംഗ് ഉണ്ട്. അതിന് മുമ്പ് മിക്കവാറും ഇത് സംഭവിക്കും. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ലോക രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ അത് എത്രത്തോളം ഉണ്ടാകും? കാരണം ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുന്നു, ഒരുപക്ഷെ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മകനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതൊന്നും അത്ര അഭികാമ്യമായ കാര്യങ്ങളല്ലല്ലോ. തീർച്ചയായിട്ടും ഇത് കാണിക്കുന്നത് നമ്മൾ എന്ത് തരത്തിലുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. ചാണക്യ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മത്സ്യന്യായം, ലോ ഓഫ് ദ ഫിഷസ്. അതായത് വലിയ മീൻ ചെറിയ മീന് തിന്നും. അതാണ് ട്രംപ് നെതന്യാഹുവും കാണിക്കുന്നത്. അതിനെപ്പറ്റി ശരിക്ക് പ്രതികരിക്കാൻ, അതിനെ കണ്ടം ചെയ്യാനായിട്ട് ഇതുവരെ ആർക്കും ധൈര്യമുണ്ടായിട്ടില്ല. ചൈനയും റഷ്യയും ക്രിട്ടിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ മൂകമായി നിൽക്കുന്നു. ഗ്ലോബൽ സൗത്തിന്റെ പരമോന്നത നേതാവ് മൂകമായി നിൽക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.